US-ൽ അഴിമതിക്കുറ്റം, അതേപോലെ തന്നെ കൈക്കൂലി കേസ് ഒക്കെ വന്നതോടുകൂടെ ഇന്നലെ അദാനി ഓഹരികൾ വിപണിയിൽ കൂപ്പുകുത്തുകയാണ് ചെയ്തത്. ഓഹരികൾ മാത്രമല്ല, അദാനിയുടെ വ്യക്തിഗത ആസ്തിയിലും വലിയ കുറവാണ് ഉണ്ടായത്. ഫോബ്സ് പട്ടികയിൽ 22ാമത് കിടന്ന ആൾ 25-ൽ താഴേക്ക് പോകുമെന്നാണ്. ഇനി വരും ദിവസങ്ങളിലും ഓഹരി വിപണിയിൽ ഈ അദാനി ഓഹരികളുമായി ബന്ധപ്പെട്ട എന്താണ് സംഭവിക്കുക? സോളാർ കരാർ സ്വന്തമാക്കാൻ ഗൗതം അദാനിയും ബന്ധുക്കളും ചേർന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി 2000 കോടി രൂപ നൽകിയെന്ന കുറ്റപത്രം വന്നതോടെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ചോരപ്പുഴയൊഴുക്കി. ഗ്രൂപ്പിലെ 10 ഓഹരികളും കൂപ്പുകുത്തിയതോടെ കമ്പനിയുടെ വിപണി മൂല്യത്തിലുണ്ടായത് 2.85 ലക്ഷം കോടിയുടെ ഇടിവ്. അദാനി ഗ്രൂപ്പിലെ പ്രധാനിയായ അദാനി എന്റർപ്രൈസസ് ഓഹരിയിലുണ്ടായത് 23% നഷ്ടം. അതായത് വിപണി മൂല്യത്തിൽ 73,986 കോടിയുടെ നഷ്ടം. അദാനി എയർപോർട്ട്സ് ആൻഡ് സെക്സ് 22.85% നഷ്ടത്തോടെ 995.65 രൂപയിലേക്ക് താഴ്ന്നു. 1289 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ വില. ഗൗതം അദാനിയുടെ ആസ്തിയിലും കോഴക്കേസ് കാറ്റിലുടക്കി കോടികളുടെ നഷ്ടം. ഫോബിസിന്റെ റിയൽ ടൈം കോടീശ്വര പട്ടിക പ്രകാരം ആസ്തി $10.5 ബില്യൺ അഥവാ 86,678 കോടി രൂപ ഇടിഞ്ഞ് $59.3 ബില്യൺ ആയി. നിലവിലെ സംഭവ വികാസങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുമെന്ന് റേറ്റിംഗ് ഏജൻസി മൂഡീസ് വ്യക്തമാക്കി. അമേരിക്കയിൽ കേസെടുത്തതിന് പിന്നാലെ അദാനി ഗ്രൂപ്പുമായുള്ള 2 കരാറുകൾ റദ്ദാക്കിയതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ അറിയിച്ചു. കൂനിൽ മേൽ കുരുവെന്നതുപോലെ ഒന്നിനു പുറകെ മറ്റൊന്നായി തിരിച്ചടികൾ വരുമ്പോൾ വരും ദിവസങ്ങളിലും അദാനി ഓഹരികൾ ചുവക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ലെന്ന മട്ടിൽ ആരോപണങ്ങൾ നിഷേധിച്ചും നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്നറിയിച്ചും അദാനി ഗ്രൂപ്പിന്റെ വാർത്താക്കുറിപ്പും വന്നിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഡെസ്ക് 24.